സാധാരണ ദേവത പുരുഷനാണെങ്കിൽ ആ പീഠം സ്ത്രീ ശിലയായിരിക്കും. ദേവനെ എപ്പോഴും സ്വർലോക സ്ഥാനത്താണ് പൂജിക്കേണ്ടത്. ഹോമ ആചാരപ്രകാരം ഹോമം ചെയ്താൽ 100% അതിൻ്റെ ഫലം ഉണ്ടാവും. രാക്ഷസന്മാരെ ഇങ്ങനെ എല്ലാത്തിനെയും അതിനകത്ത് ആ വാസ്തുമണ്ഡലത്തിനകത്ത് പൂജിക്കാം. ക്ഷേത്ര മണ്ഡലത്തിലാണ് ചെയ്യണമെങ്കിൽ 64 ഉണ്ട ചോറ് ബലി തർപ്പണം ചെയ്യും. ക്യാമറയും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ദേവനെ എപ്പോഴും സ്വർലോക സ്ഥാനത്താണ് പൂജിക്കേണ്ടത്. അപ്പോൾ ആ അവസ്ഥയിൽ 3 തട്ടുകളായിട്ട് അവിടെ നടക്കുമ്പോൾ വേറൊരു വിശേഷമുള്ളത്, ഇന്ന് ആഴികൂട്ടി ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് എല്ലായിടത്തും ഹോമം നടക്കുന്നത്. ഇവിടെ ഈ 3 തട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്നത്, ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത്, ഹോമകുണ്ഡം ഇങ്ങനെ 3 തട്ടായിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വിറക് കഷ്ണം കൊണ്ട് കീറുന്ന ചടങ്ങ്. ആ കീറുക എന്ന് പറഞ്ഞാൽ ഘർഷണം ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഒരു പുതിയ സ്ഥലത്ത് നമ്മൾ കിളച്ച് മറിച്ച് ഭൂമി ശുദ്ധമാക്കിയതിന് ശേഷം അവിടെ ഒരു യജ്ഞം നടക്കുകയുള്ളൂ. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഹോമകുണ്ഡത്തിനകം ഒരു വിറക് കഷ്ണം കൊണ്ട് കീറി അതിനെ കഷ്ണങ്ങളായി തിരിച്ച് ഉഴുതുമറിച്ചതിന് ശേഷം ആ ഭൂമിയിലേക്ക് മഹാദേവനെയും മഹാദേവിയും ആവാഹിക്കും. ശിവപാർവതികളെ ആ സ്ഥാനത്ത് ആവാഹിക്കും. ശിവപാർവതിയുടെ ശക്തി ചൈതന്യത്തിലാണ് അഗ്നിയെ സ്ഥാപിക്കുന്നത്. ആ അഗ്നി അവിടെ ജ്വലിച്ച് ഉയർന്നു വന്ന് അഗ്നിക്ക് ഉപനയനം വരെയുള്ള സംസ്കാരം ചെയ്ത്, ഷോഡശ സംസ്കാരങ്ങൾ ചെയ്ത് അഗ്നിയെ ഉപനയനം വരെ ചെയ്ത് എല്ലാ സംവിധാനങ്ങളും ചെയ്തതിന് ശേഷമാണ് ഏത്, ഉദാഹരണത്തിന് ഗണപതി ആണെങ്കിൽ ഗണപതിയെ അവിടെ ആവാഹിക്കുന്നത്, സുദർശനമൂർത്തിയാണെങ്കിൽ സുദർശനമൂർത്തിയെ ആവാഹിക്കുന്നത്, കാളിയാണെങ്കിൽ കാളി ഹോമമാണെങ്കിൽ കാളി ഹോമത്തിന് വേണ്ടി കാളീദേവിയെ അതിലേക്ക് ആവാഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഹോമ ആചാരപ്രകാരം ഹോമം ചെയ്താൽ 100% അതിൻ്റെ ഫലം ഉണ്ടാവും. അങ്ങനെയാണ് ഹോമം ചെയ്യേണ്ടത്. ഇന്ന് ദൗർഭാഗ്യവശാൽ ഈ പാത്രം ചുമന്നുകൊണ്ട് കൊണ്ടുപോയി ഹോമം നടത്തുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. അത് തെറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വാസ്തുബലി ഇന്നിപ്പോൾ അതിന് നമ്മൾ കളം വരയ്ക്കുമ്പോൾ വാസ്തുപുരുഷൻ സാധാരണഗതിയിൽ മീനൻ രാശിയിൽ തല വച്ചിട്ട് അതിൻ്റെ 7ാം രാശിയായ കന്നിരാശിയിൽ കാല് വച്ചിട്ടാണ് കിടക്കുന്നത്. അതിങ്ങനെ ഓരോ മാസം മാറും തോറും അതുപോലെ ആ പ്രദക്ഷിണമായി രാശി മാറി വരും. അപ്പോൾ ഇങ്ങനെ ഒരു ചതുരമായി അതിനെ കണ്ടാൽ, വാസ്തുവിനെ ചതുരമായി കണ്ടാൽ അതിൻ്റെ എല്ലാ കോണുകളിലും ഏറ്റവും നേരെ മുൻവശത്ത് കിഴക്ക് ഭാഗത്ത് ഇന്ദ്രനെ ആദ്യം വാസ്തുപുരുഷൻ ആവാഹിക്കുന്ന സമയത്ത് വാസ്തുപുരുഷനെ ആവാഹിച്ചതിന് ശേഷം ആ ഇതിൽ ബ്രഹ്മാവിനെ ആവാഹിക്കും. ബ്രഹ്മാവിനെ ആവാഹിക്കുമ്പോൾ ആദ്യമായി നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വാസ്തുപൂജ ചെയ്യുമ്പോഴാണ് ബ്രഹ്മദേവനെ നമ്മൾ, ഇന്നലെ ലോകത്ത് ഒരിടത്തും ബ്രഹ്മാവിന് പൂജയില്ല എന്നൊരവസ്ഥയാണ്. പക്ഷേ ഈ വാസ്തുപുരുഷൻ്റെ വാസ്തുബലി ചെയ്യുമ്പോൾ അതിനകത്ത് ബ്രഹ്മാവിന് പൂജ ചെയ്ത് ആവാഹിച്ച് ആദ്യം വാസ്തുപുരുഷനെ ആവാഹിച്ചിട്ട് വാസ്തുപുരുഷൻ്റെ ശരീരത്തിൽ ബ്രഹ്മാവിനെ ആവാഹിച്ച് ബ്രഹ്മാവിന് ഭക്ഷണം വരെ കൊടുക്കുന്ന അവസ്ഥ. അതോടുകൂടി തന്നെ മറ്റ് ഓരോ ദിക്കുകളിലും വിഷ്ണുവും ഇന്ദ്രനും അഗ്നിയും ഇങ്ങനെ. അപ്പം ഉദാഹരണത്തിന് നേരെ കിഴക്ക് ഭാഗത്ത് ഇന്ദ്രൻ, അവിടുന്ന് അല്പം വടക്കോട്ട് മാറി വലതു ഭാഗത്തേക്ക് മാറി അഗ്നി, തെക്ക് ഭാഗത്ത് വരുമ്പോൾ യമൻ, പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് നിരതി
പടിഞ്ഞാറ് ഭാഗത്ത് വരുണൻ, അത് കഴിഞ്ഞ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ വായു, വടക്ക് ഭാഗത്ത് സോമൻ, അത് കഴിഞ്ഞ് വടക്ക് കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ ഈശാനൻ, അതിനെ കുറച്ചടുത്തായിട്ട് പിന്നെ വരുന്നത് ബ്രഹ്മൻ, നാഗൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ അകത്ത് ഇന്ദ്രൻ, ഇന്ദ്രജിത്ത്, ശിവൻ, ശിവജിത്ത്, രോഗത്തിൻ്റെ അധിപതിയായ ആളുകളെ, അസുരനെ, പിന്നെ പിതൃക്കളെ, രാക്ഷസന്മാരെ, ഇങ്ങനെ എല്ലാത്തിനെയും അതിനകത്ത് ആ വാസ്തുമണ്ഡലത്തിനകത്ത് പൂജിക്കാം. അപ്പം നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്ന പല ദുരിതങ്ങൾക്ക് ശാന്തിയായി ഇത്തരം എല്ലാത്തിനെയും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ എനർജിയെയും നമ്മൾ പൂജിച്ച് തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളുടെ വാസസ്ഥലത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലായാലും താമസ സ്ഥലത്തായാലും ആ വാസ്തു സുഗമമായി തീരും. അങ്ങനെയാണ് സ്വാഭാവികമായി ചെയ്യേണ്ടത്. ഇന്ന് കുറച്ച് കളം വരയ്ക്കും, ഇതിനെക്കുറിച്ച് എത്ര കണ്ടവർ മനസ്സിലാക്കി ചെയ്യുന്നു അറിയില്ല. കളം വരയ്ക്കും. അതിന് ശരിക്കും പറഞ്ഞ 2 തരമുണ്ട്. ഒന്ന് ക്ഷേത്ര മണ്ഡലത്തിലാണ് ചെയ്യണമെങ്കിൽ 64 ഉണ്ട ചോറ് ബലി തർപ്പണം ചെയ്യും. ഗൃഹാന്തരീക്ഷത്തിലാണെങ്കിൽ 52 ഉപയോഗിക്കും. അപ്പോൾ ഈ ദേവന്മാർ, അപ്പോൾ അവരെയൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് എനർജി നമുക്ക് പൂർണ്ണമായി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെയാണ് വാസ്തുവിദ്യയുടെ രത്ന ചുരുക്കം.